നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനൽ മത്സരത്തിലെ മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ ഇന്ത്യൻ താരം അർഷ്ദീപ് സിംഗിനെതിരെ ICC നടപടിയെടുത്തിരിക്കുന്നു. സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഫൈനൽ മത്സരത്തിൽ ഒരു കാര്യവുമില്ലാതെ ഡാരിൽ മിച്ചലിന് നേരെ പന്തെടുത്തെറിഞ്ഞു, അദ്ദേഹത്തിന് കൊണ്ടു. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടപ്പോൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അർഷ്ദീപ് ഒരു അക്ഷരം അതിനോട് അപ്പോളജൈസ് ചെയ്യുകയൊന്നും ചെയ്യാതെ തിരികെ നടക്കുകയാണ് ചെയ്തത്. സാധാരണ അങ്ങനെയൊക്കെ സംഭവിച്ച താരങ്ങൾ അപ്പോൾ തന്നെ അപ്പോളജൈസ് ചെയ്യും. ഇയാൾ തിരിഞ്ഞു നടന്നു. സൂര്യ വന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അമ്പയർ ഇടപെട്ട് അർഷ്ദീപിനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ ഓവർ കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് ഷേക്കൊക്കെ നടത്തി. സോ അർഷ്ദീപ് ചെയ്തത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ എല്ലാം പോസിറ്റീവാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. മോശം ചെയ്താൽ മോശം തന്നെ പറയണം. അർഷ്ദീപ് അവിടെ ചെയ്തത് വളരെ നാലാംകിട പരിപാടിയായിപ്പോയി. അതിന് അയാൾക്കിപ്പോൾ ICCയുടെ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നു. ICC എന്നെ ഒഫീഷ്യൽ ഇക്കാര്യം അറിയിക്കുന്നു. ഇന്ത്യൻ പേസർ അർഷ്ദീപ് സിംഗ് ഹാസ് ബീൻ ഫൈൻഡ് 15% ഓഫ് ഹിസ് മാച്ച് ഫീ ഫോർ ലെവൽ 1 ബ്രീച്ച് ഓഫ് ദി ICC കോഡ് ഓഫ് കണ്ടക്ട് ഡ്യൂറിംഗ് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026 ഫൈനൽ അഗൈൻസ്റ്റ് ന്യൂസിലാൻഡ് ഇൻ അഹമ്മദാബാദ് ഓൺ സൺഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ICC കാര്യം ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 15% മാച്ച് ഫീസിൻ്റെ 15% താരത്തിനെതിരെ ഫൈൻ ഇട്ടിരിക്കുന്നത്. ഈ ഫൈന് മാത്രമല്ല ഒരു ഡീമെറിറ്റ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അതായത് അർഷ്ദീപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 2.9 ഓഫ് ദി ICC കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പ്ലെയേഴ്സ് ആൻഡ് പ്ലെയർ സപ്പോർട്ട് പേഴ്സണൽ, ആ ഒരു ആർട്ടിക്കിൾ 2.9 ആണ് ഇപ്പോൾ ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ത്രോയിങ് എ ബോൾ ഓർ എനി അതർ ഐറ്റം ഓഫ് ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ് അറ്റ് ഓർ നിയർ എ പ്ലെയർ ഇൻ ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ആൻഡ് ഓർ ഡേഞ്ചറസ് മാനർ ഡ്യൂറിങ് ആൻ ഇൻ്റർനാഷണൽ മാച്ച്. ഒരു ഇൻ്റർനാഷണൽ മാച്ചിൻ്റെ സമയത്ത് ബോളോ മറ്റെന്തെങ്കിലും ക്രിക്കറ്റ് എക്യുപ്മെൻറ്റോ എടുത്ത് വലിച്ചെറിയുക, അടുത്തുള്ള താരത്തിന് നേരെയൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള രൂപത്തിൽ എറിയുക. അതാണ് ഇതിലുള്ള തെറ്റ്. അതാണ് ആർട്ടിക്കിൾ 2.9 പറയുന്നത്. അതനുസരിച്ചുള്ള തെറ്റാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പം ലെവൽ 1 ബ്രീച്ച് ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാണ് ഈ 15% മാച്ച് ഫീസിൻ്റെ ഫൈന്. കൂടാതെ അപ്പാർട്ട് ഫ്രം ദി ഫൈൻ 1 ഡീമെറിറ്റ് പോയിന്റ് വാസ് ആഡഡ് ടു അർഷ്ദീപ് ഡിസിപ്ലിനറി റെക്കോർഡ്. അർഷ്ദീപിൻ്റെ ഡിസിപ്ലിനറി റെക്കോർഡിലേക്ക് ഒരു ഡീമെറിറ്റ് പോയിന്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഡീമെറിറ്റ് പോയിന്റ് 24 മാസത്തിനിടക്ക് 4 ഡീമെറിറ്റ് പോയിന്റുകൾ വന്നാൽ ഒരു സസ്പെൻഷനായിട്ട് മാറും. ഏതായാലും ഇപ്പോൾ സസ്പെൻഷൻ ഇല്ല. ഇത് ഫസ്റ്റ് ഇൻസിഡൻ്റ് ആണ് കഴിഞ്ഞ ഒരു 24 മാസത്തിനിടക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ ഇല്ല, ഡീമെറിറ്റ് പോയിന്റ് 1 കിട്ടിയിട്ടുണ്ട്. ഫൈന് 15% മാച്ച് ഫീസിൻ്റെ ഫൈനാണിപ്പോൾ ഈടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിലിപ്പം ഒഫീഷ്യലായിട്ടുള്ള ഹിയറിങ്ങിൻ്റെ ഒന്നും കാര്യം വന്നിട്ടില്ല. അർഷ്ദീപ് സിംഗ് തൻ്റെ തെറ്റ് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് ചുമത്തിയിരിക്കുന്ന ഈ ഒരു തെറ്റ് അയാൾ സമ്മതിക്കുന്നു. അങ്ങനെ അയാൾക്കെതിരെ ഇപ്പോൾ ഈ ഒരു നടപടി വന്നിരിക്കുന്നു. 15% മാച്ച് ഫീസിൻ്റെ 15% ഫൈനായി ഈടാക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.